നമ്മളൊരു പുതിയ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പം ഇതുപോലുള്ള ഓട്ടോ കംപ്ലീറ്റ് ബോക്സ് അതുപോലെ തന്നെ സ്ക്രോളിംഗ് ഇതെല്ലാം മാൻഡേറ്ററി ആയിട്ടുള്ള കോമ്പോണൻസ് ആണല്ലേ. പക്ഷേ ഈ കോമ്പോണൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പെർഫോമൻസ് ആയിരിക്കും അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. നമ്മുടെ വെബ് ആപ്ലിക്കേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെറ്റർ യൂസർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ടെക്നിക്സ് ആണ് ഡീബേൺസിങ്ങും ത്രോട്ട്ലിങ്ങും. ചിലപ്പോൾ നിങ്ങളിത് മുന്നേ കേട്ടിട്ടുണ്ടാവും. ഇത് കേട്ടിട്ടില്ലാത്ത ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ പ്രീവിയസ് വീഡിയോസിനെ പോലെയല്ല, നമ്മൾ ചെറിയ രണ്ട് ടോപ്പിക്കാണ് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഡീബേൺസിങ്ങിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ ഒരു ഫോട്ടോഗ്രാഫറിനെ എടുത്തു. അവരൊരു പിക്ചർ ഒരു ക്ലിക്കിന് മുന്നേ അവരൊരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂലേ. ആ ഒരു വെയിറ്റ് ചെയ്ത് ആ ഒരു പെർഫെക്റ്റ് മൊമെന്റിലായിരിക്കും ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നത്. ആ ഒരു വർക്കിങ്ങിന് സിമിലർ ആണ് ഈ ഒരു ഡീബേൺസിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ്ലി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം ഒരു സർട്ടൈൻ പീരീഡ് ഓഫ് ടൈം വെയിറ്റ് ചെയ്ത് അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ ട്രിഗർ ചെയ്യും. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുവാണ്, ഓ ഓക്കെ നിങ്ങൾ ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലേ, ഞാനിത് കംപ്ലീറ്റ് ഫിനിഷ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം, അതിനുശേഷം ഞാൻ റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു സിനാരിയോയ്ക്ക് ഈക്വൽ ആണ് ട്ടോ. ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള യൂസ് കേസ് ഡീബേൺസിങ്ങിന് എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നേരത്തെ കണ്ട ആ ഒരു സെർച്ച് ബാർ ആണ് ട്ടോ. അതായത് ഇപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമ്മളിപ്പോ ഒരു സെർച്ച് ബാറിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക് എൻഡിൽ പോയിട്ട് ഡാറ്റ എടുത്തിട്ട് വരണമെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാ കീ സ്ട്രോക്കിലും നമ്മൾ ഈ ഒരു സെർച്ചിങ് ഈ ഒരു ബാക്ക് എൻഡിലേക്ക് ഈ ഒരു API റിക്വസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ പെർഫോമൻസിനെ അത് അഫക്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ റിസോഴ്സ് ട്രെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ ടൈം ആണെങ്കിലും ഒക്കെ ഇത് കൺസ്യൂം ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ എല്ലാ കീ സ്ട്രോക്കിലും ഈ ഒരു API റിക്വസ്റ്റ് പോകുന്നതിന് പകരം ഒരു പോസ് ആവുന്നത് വരെ, ഈ ഒരു ടൈപ്പിംഗ് ഫിനിഷ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു API റിക്വസ്റ്റ് റൈസ് ചെയ്യാം. അപ്പം ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഡീബേൺസിംഗ് മെക്കാനിസം. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ ഒരു കോഡ് എടുത്തു നോക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമാജിൻ ചെയ്യാം, നമ്മുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, ഒരു ഓട്ടോ കംപ്ലീറ്റ് ബോക്സ് ആണ്, സോറി ഓട്ടോ കംപ്ലീറ്റ് ബോക്സ് അല്ല, ഒരു സെർച്ച് ബോക്സ് ആണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, API റിക്വസ്റ്റ് പോകുന്നു. ഇപ്പം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോൾ ചെയ്യുന്ന നിങ്ങളുടെ ആക്ച്വൽ ഫംഗ്ഷൻ ആണ് ഹാൻഡിൽ സെർച്ച് ഇൻപുട്ട്. അതായത് ഞാൻ ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൺസോൾ ചെയ്യുന്നുണ്ടല്ലേ, നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു സെർച്ച് ക്വറീനെ കൺസോൾ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം കീ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തും ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഇമാജിൻ നമ്മൾ ഇതിന്റെ അകത്ത് ഇവിടെ കൺസോൾ സ്റ്റേറ്റ്മെന്റിന് പകരം ഒരു API റിക്വസ്റ്റ് ആണ് ബാക്ക് എൻഡിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫോമൻസിനെ അഫക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഡീബേൺസിങ് ചെയ്യുവാണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഹാൻഡിൽ സെർച്ച് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് പകരം ഞാൻ അതിന് മുകളിൽ ഒരു ഡീബേൺസിങ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഹയർ ഓർഡർ ഫംഗ്ഷൻ ആണ്. ഹയർ ഓർഡർ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻപുട്ട് ആയിട്ട് ഒരു പാരാമീറ്റർ ഒരു ഫംഗ്ഷനെ അക്സെപ്റ്റ് ചെയ്ത് ഒരു ഫംഗ്ഷൻ തന്നെ അത് റിട്ടേൺ ചെയ്യുവാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനെ, അത് ഒരു ഫംഗ്ഷൻ ആണ് ഇതിന്റെ ഫസ്റ്റ് പാരാമീറ്റർ. അതൊരു ഒരു നമ്മൾ ആക്ച്വലി കോൾ ചെയ്യേണ്ട ഫംഗ്ഷൻ ആണ്. ഇവിടെ അത് പാസ് ചെയ്ത് വരുന്നത് ഡീബേൺസൺ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡിൽ സെർച്ച് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷനെ പാസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മളൊരു 300 മില്ലി സെക്കൻഡ് ഒരു ഡിലേയും പാസ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമ്മൾ ഒരു ഇമാജിൻ ചെയ്യുക, ഇവിടെ ഒരു കീ ഇവന്റ് നടക്കുന്നുണ്ട്. ആ ഇവന്റ് എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റിലോ ജേക്വറിയിലോ ഒക്കെ എഴുതുന്ന ആ ഒരു ഇവന്റ് ലിസണറിനെ, അപ്പൊ നിങ്ങൾ ആ ഇവന്റ് ഇംപ്ലിമെന്റ് ചെയ്തു. ഇവന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഡീബോൺസ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഡീബോൺ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ ഡീബോൺ സെർച്ച് ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. അപ്പം അവിടേക്ക് നമ്മൾ എന്താ പാസ് ചെയ്തു, അപ്പൊ ഡീബേൺ സെർച്ച് ഫംഗ്ഷൻ ഓൾറെഡി ഡീബേൺസ് ഫംഗ്ഷൻ ആണ് കോൾ ചെയ്യുന്നത്. ഡീബേൺസ് ഫംഗ്ഷനിലാണ് ഇപ്പൊ നമ്മുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഓരോ കീ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ഡീബേൺസ് ഫംഗ്ഷനിലേക്ക് വരും. അപ്പൊ ഡീബേൺസ് ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫംഗ്ഷനെയാണ് അഗെയിൻ റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഒരു റാപ്പർ ഫംഗ്ഷൻ ഉണ്ടല്ലേ ഇവിടെ, അവിടെ നമ്മൾ പാരാമീറ്റർ ആയിട്ട് റെസ്റ്റ് ഓപ്പറേറ്റർ ആണ് വരുന്നത്. നമുക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ ഇല്ലേ, നമുക്ക് മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സിനെ അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യാം. അതിന്റെ അകത്ത് നിങ്ങൾ ക്ലിയർ ടൈം ഔട്ടിന്റെ താഴെ നോക്കിയാൽ ഒരു ഒരു ടൈമറിനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡിലേ വരെ ഈ ഒരു ടൈമർ എന്താ, സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൽ അറിയാലോ. അതായത് ഇത്ര പീരീഡ് ഓഫ് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ
ഫംഗ്ഷനാണ്. നമ്മൾ അതിന് ശേഷമേ ആ ഒരു ടൈം ഔട്ടിന്റെ ഉള്ളിലുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ 300 മില്ലി സെക്കൻഡ് കൊടുക്കുന്നത് കൊണ്ട് 300 മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷനെ നമ്മൾ പാസ് ചെയ്തിട്ടുള്ള ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ ഇൻപുട്ട് സെർച്ച് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ്. അതിനെ കോൾ ചെയ്യും. അതായത് ഞാൻ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ സോറി, നമ്മൾ ഒരു കീനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 300 മില്ലി സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ അതിന് മുന്നേ ഒരു ക്ലിയർ ഫംഗ്ഷൻ കാണാല്ലേ. അതായത് ഓരോ പ്രാവശ്യം കീ ടൈപ്പ് ചെയ്യുമ്പോഴും അതിന് പ്രീവിയസ് ആയിട്ടൊരു ടൈമർ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്തിട്ട് 300 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇവിടെയാണ് ഡീബൗൺസിങ് അപ്ലൈ ആവുന്നത്. അതായത് നമ്മൾ കീ ടൈപ്പ് ചെയ്തു, ഒരു ടൈമർ ക്രിയേറ്റ് ആയി, 300 മില്ലി സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ടൈപ്പ് ചെയ്യുവാണല്ലോ. അടുത്തത് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ടൈമറിനെ റീസെറ്റ് ചെയ്ത് അടുത്ത ടൈമർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് ഫൈനലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പം ഒരു 300 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യും. ഇനി ഒരു കീ ഇവിടെ വരുന്നില്ല. നമ്മൾ സക്സസ്ഫുള്ളി 300 മില്ലി സെക്കൻഡ് ഫൈനൽ കീയും ടൈപ്പ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയി. സോ നമ്മൾ ആക്ച്വൽ ഫംഗ്ഷനെ കോൾ ചെയ്യും. അവിടെയാണ് നമ്മുടെ API റിക്വസ്റ്റ് പോകുന്നത്. ഇവിടെയാണെങ്കിൽ കൺസോൾ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇനി ഞാൻ ഇതിന്റെ ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള കീ ആണ് ടൈപ്പ് ചെയ്യുന്നത്, വേർഡാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. എ ടൈപ്പ് ചെയ്തു, ടൈമർ സ്റ്റാർട്ട് ചെയ്തു, ഉടനെ നമ്മൾ പി ടൈപ്പ് ചെയ്തു, എന്റെ ടൈമറിനെ റീസെറ്റ് ചെയ്തിട്ട് എഗെയിൻ സ്റ്റാർട്ട് ചെയ്തു, എഗെയിൻ ഒരു പി ടൈപ്പ് ചെയ്തു, 300 മില്ലി സെക്കൻഡ് കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് റീസെറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, എല് വന്നു, റീസെറ്റ് ചെയ്തു, എഗെയിൻ സ്റ്റാർട്ട് ചെയ്തു, ഫൈനൽ ഇ വന്നു, പ്രീവിയസ് ആയിട്ട് എല് ഇൻസ്റ്റാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ടൈമറിനെ റീസെറ്റ് ചെയ്തിട്ട് എഗെയിൻ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു കീ വരുന്നില്ല, അതായത് 300 മില്ലി സെക്കൻഡ് വരെ പിന്നെ ഒരു കീ സ്ട്രോക്ക് വരാത്തത് കൊണ്ട് അതിനുശേഷം നമ്മുടെ ആക്ച്വൽ ഹാൻഡിൽ സെർച്ച് ഇൻപുട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അവിടെ ഈ ഒരു കൊറി, നമ്മൾ സെർച്ച് ചെയ്ത കൊറി, കംപ്ലീറ്റ് കൊറി എന്താ, ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള കൊറിയാണല്ലേ. നമ്മൾ ഡീബേൺസ് ഫംഗ്ഷനിൽ നിന്ന് അത് പാസ് ചെയ്യുന്നുണ്ട്, ആർഗ്യുമെന്റ്സും കൊറിയും ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. സോ ആപ്പിൾ എന്ന് പറയുന്നത് ലോഗായി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഈ ഒരു ഔട്ട്പുട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയേ ഉള്ളൂടാ. നമ്മൾ ഈ ഒരു ടൈമർ വെച്ചിട്ട് ഇതിനെ പോസ് ചെയ്യുവാണ്. അതായത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഞാൻ കോൾ ചെയ്യണ്ട, എനിക്ക് പകരം ഇത്ര ഡിലേ, നിങ്ങളുടെ റിയൽ ടൈമിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഡിലേ ഒക്കെ മാറും. പക്ഷെ കോൺസെപ്റ്റ് ഇത് തന്നെ ആയിരിക്കും. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പെർഫോമൻസിനെ ഇത് അഫക്ട് ചെയ്യില്ല. നമ്മൾ എപ്പോഴും API റിക്വസ്റ്റോ കൊറിയും ഒന്നും ബാക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല. ഒരു വൺ ടൈമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു 300 മില്ലി സെക്കൻഡ്സ് വരെ വെയിറ്റ് ചെയ്ത് ഫൈനൽ കീം ടൈപ്പ് ചെയ്തതിന് ശേഷമേ എന്താവുള്ളൂ, ഈ ഒരു എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ. ഇതാണ് കേട്ടോ ഡീബൗൺസിങ് മെക്കാനിസം. ഇനി നമുക്ക് ത്രോട്ട്ലിംഗ് നോക്കാം. ഇതൊരു ഡീബേൺസിങ് പോലെ അല്ല കേട്ടോ. ഡീബേൺസിംഗിൽ നമ്മളൊരു ഇനാക്റ്റീവ് പീരീഡിന് വേണ്ടിയിട്ടല്ലേ വെയിറ്റ് ചെയ്തത്. ഇവിടെ തിരിച്ചാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു സെയിം ഫംഗ്ഷൻ മൾട്ടിപ്പിൾ ടൈം എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ ആ എക്സിക്യൂഷൻ ലിമിറ്റിനെയാണ് ഇവിടെ, എക്സിക്യൂഷൻ റേറ്റിനെയാണ് ഇവിടെ ലിമിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 300 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ ഒരു n മില്ലി സെക്കൻഡ്സിൽ മാക്സിമം ഒരു വൺസ് മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ എന്ന് എൻഷുർ ചെയ്യുവാണ്. വൺസ് എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണ്. ചിലപ്പോൾ 1 or 2 അതൊക്കെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിരിക്കും. നോ മാറ്റർ എത്ര ടൈം ഈ ഒരു ഇവന്റ് ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് പ്രശ്നമല്ല. നമ്മൾ ഇത്ര നമ്പർ ഓഫ് ടൈംസ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ മാക്സിമം 1 ടൈമേ ഇത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ക്രോൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ റീസൈസിങ് മൗസ് മൂവ്മെന്റ് ഒക്കെ വരുന്ന സമയത്താണ് യൂസ് ആവുന്നത്. കാരണം ഇപ്പോൾ ഒരു മൗസ് മൂവ്മെന്റിലേക്ക് ഒരു ഡസൺ നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സപ്പോസ് ഈ ഒരു ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് ആനിമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എഗൈൻ യൂസർ എക്സ്പീരിയൻസിനെ അഫക്ട് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ലിമിറ്റ് ചെയ്യണം. എഗൈൻ നമുക്കൊരു ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ഹയർ ഓർഡർ ഫംഗ്ഷൻ ഉണ്ട്. ത്രോട്ടിൽ നിന്നാണ് നെയിം കൊടുത്തിരിക്കുന്നത്. ഒരു ഫംഗ്ഷനും നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിമിറ്റും ആയിരിക്കും. ലിമിറ്റ് എന്ന് പറഞ്ഞാലും ഇത് കൗണ്ട് അല്ല കേട്ടോ. നേരത്തെ പോലെ ആ ഒരു മില്ലി സെക്കൻഡ്സ് ആ ഒരു ടൈം തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈമും അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനുമാണ് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഡിബോൺസിന്റെ കേസിൽ പറഞ്ഞ പോലെ ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ ആണ് വരുന്നത്. അഗെയിൻ ഇതൊരു ഹയർ ഓർഡർ ഫംഗ്ഷൻ ആണ്. നമ്മളൊരു ഫംഗ്ഷനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇൻപുട്ട് അകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഫംഗ്ഷന് ഒരു റാപ്പർ ഫംഗ്ഷൻ അവിടെ റെസ്റ്റ് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് വരാം.
പിന്നെ ഒരു ഫ്ലാഗ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലേ, ഇൻഡ് ത്രോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ബൂലിയൻ വേരിയബിൾ ആണ്. കറന്റ്ലി ഏതെങ്കിലും ഒരു ത്രോട്ടിൽ റൺ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇനിഷ്യലി അത് ഫാൾസ് ആയിരിക്കും. വൺസ് നമ്മൾ ഒരു ടൈമർ ഫംഗ്ഷന്റെ ഉള്ളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വൺസ് ഈ ഒരു ഫംഗ്ഷൻ ഒരു ത്രോട്ടിലും ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, ഇപ്പൊ ഫസ്റ്റ് ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മൗസ് ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡ്രാഗിൽ നമ്മൾ അതിനെ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത്ര മില്ലി സെക്കൻഡ്, ഇപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ 200 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും കേട്ടോ, നേരത്തെ ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ത്രോട്ടിലും ഇല്ലാന്നുണ്ടെങ്കിൽ ഫംഗ്ഷനെ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഈ ഒരു വേരിയബിൾ സെറ്റ് ചെയ്യും. നെക്സ്റ്റ് ടൈം ഈ ഒരു ഇവന്റ് ട്രിഗർ ചെയ്യുമ്പോൾ, എക്സാമ്പിൾ ഇപ്പൊ മൗസ് മൂവ് ചെയ്യുവോ സ്ക്രോൾ വരുന്ന സമയത്ത് ഇവന്റ് ട്രിഗർ ആവും, പക്ഷെ നമ്മൾ ത്രോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഫംഗ്ഷൻ അഗെയിൻ എക്സിക്യൂട്ട് ചെയ്യൂല അണ്ടിൽ 200 മില്ലി സെക്കൻഡ് വരെ. 200 മില്ലി സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ത്രോട്ടിൽ വേരിയബിളിനെ റീസെറ്റ് ചെയ്യും, അതായത് ഫോൾസ് ആവും. നെക്സ്റ്റ് ട്രിഗറിൽ ഫംഗ്ഷൻ അഗെയിൻ എക്സിക്യൂട്ട് ആവും, ടൈമർ അഗെയിൻ സെറ്റ് ആവും. നെക്സ്റ്റ് വരുന്ന ഒരു 200 മില്ലി സെക്കൻഡ് വരെ ഇത് വെയിറ്റ് ചെയ്യും, ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവില്ല, എഗെയിൻ റീസെറ്റ് ചെയ്യും. ഈ സെറ്റ് റീസെറ്റ് ഈ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ ഒരു ത്രോട്ട്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തു അല്ലേ. അതായത് ഇത്ര ഒരു റെഗുലർ പീരീഡ് വരെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ടൈം ഈ ഒരു ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇത് രണ്ടുമാണ് ജാവാസ്ക്രിപ്റ്റിൽ നമ്മളെ ഒരു പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു സ്മൂത്തർ ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസും അതിന്റെ കൂടെ തന്നെ ചേർത്ത് വെക്കേണ്ടതാണ് റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ. ഇപ്പം ഒന്ന് സ്റ്റക്ക് ആവാതെ, അല്ലെങ്കിൽ ഒരു യൂസറിനെ ഒരു അയ്യോ എന്താ പറ്റി, ഒരു സിസ്റ്റം സ്റ്റക്ക് ആണല്ലോ എന്ന് ആ ഒരു തോന്നൽ ഉണ്ടാക്കാതെ റെസ്പോൺസീവ് ആയിട്ട് എന്നാൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഒരു സ്മൂത്തർ ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള രണ്ട് ടൂൾസ് അല്ലെങ്കിൽ രണ്ട് ടെക്നിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഒന്നും കൂടെ ബാക്കൗട്ട് പോയിട്ട് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്പർ ഓഫ് എക്സാമ്പിൾസ് നെറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിംഗ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ട് എല്ലാം ഞാൻ കാണുന്നുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ പറയുന്ന എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, 1 by 1 ആയിട്ട് ഡെഫിനറ്റ് ആയിട്ടും ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്